എനിക്ക് ആകെയുള്ള പൊന്നുമോനാണ്. ഇവനെ എനിക്ക് നിങ്ങൾ തിരിച്ചു തന്നപ്പോൾ നിങ്ങളുടെ സഹായമല്ലേ എന്റെ പൊന്നുമോന് വേണം. എന്റെ മോനെ എല്ലാരും രക്ഷിക്കും. എല്ലാരും ചെയ്യുന്നുണ്ട്. പൊന്നുമോനെ രക്ഷിക്കാൻ ചെയ്യുന്നത് ഇത്ര നാളുകൊണ്ട് ചെയ്യും. ഇനിയും ചെയ്യും. എല്ലാ മനുഷ്യരുടെയും കാരുണ്യവും കൊണ്ട് അള്ളാഹുവിന്റെ ഹൃദയത്തിലേക്ക് കരുണ ഇട്ട് കൊടുക്കും. എല്ലാ നല്ല മനുഷ്യരുടെയും നല്ല മനസ്സുകൊണ്ട് പൊന്നുമോനെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. പൊന്നുമോന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവനെ രക്ഷിക്കണമെങ്കിൽ നല്ലവരായ മനുഷ്യരുടെ സഹായമില്ലാതെ ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. ചെറിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാം ആകെ വഴി സഹായിക്കണം. അള്ളാഹുവിനെ ഓർത്ത് ഞങ്ങളെ സഹായിക്കണം. നിങ്ങളെ കൈ ഒഴിയരുത്. ഞങ്ങളെ ഒഴിയരുത്. നിങ്ങൾ ഈ പൊന്നുമോന് വേണ്ടിയിട്ട് എല്ലാരും ഈ കുഞ്ഞുമോനെ രക്ഷിക്കണേ. അള്ളാഹുവിനെ കഴിയാം. എല്ലാവരും ജനങ്ങളുടെ കയ്യിലിരിക്കുക. എന്റെ മോനെ രക്ഷിക്കണം. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ബാസിത്ത് എന്ന് പറയുന്ന 11 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നും മോന്റെ വലിയ രീതിയിലുള്ള സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അന്നാന്റെ ഭാഗത്തുനിന്നാണ് ഇതിന്റെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അനുഭവം കിട്ടും. ഈ കുഞ്ഞിനെ സഹായിക്കുന്ന എല്ലാവർക്കും പ്യൂർ റെഡ് സെൽ അപ്ലാസിയ എന്ന അത്യപൂർവ രോഗം പിടിപെട്ട് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ അറിയിച്ചതിൽ പിന്നെ വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ കുടുംബത്തിൻ്റെത്. ഈ പൊന്നു മോന് പറയുന്നത് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. എല്ലാ മക്കളും സ്കൂളുകളിൽ പോയി പഠിക്കുന്നത് പോലെ എനിക്കും സ്കൂളിൽ പോയി പഠിച്ച് എനിക്കും മറ്റുള്ള മക്കളെ പോലെ ആവണമെന്ന് എന്റെ കൈ പിടിച്ച് ഈ പൊന്നുമോന് വളരെ വേദനയോട് കൂടിയ ആ പൊന്നുമോന്റെ വേദന എന്നോട് പറഞ്ഞപ്പോ ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാന പരിശ്രമത്തോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മാസത്തിൽ 1-2 തവണ ബ്ലഡ് ശരീരത്തിൽ നിന്ന് ചേഞ്ച് ചെയ്താണ് ഇപ്പോൾ ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അങ്ങനെ ബ്ലഡ് ചേഞ്ച് ചെയ്ത് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയാൽ പിന്നെ ഈ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിലാണ്. ഞങ്ങളുടെ മകനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ, ഞങ്ങളുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സങ്കടകരമായി കരഞ്ഞുകൊണ്ട് സഹായ അഭ്യർത്ഥനയായിട്ട് വന്ന ഈ ഒരു കുടുംബത്തിന്റെ ഈ ഒരു സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകല്ലേ, നിങ്ങൾ ആരും കേൾക്കാതെ പോകല്ലേ പ്രിയപ്പെട്ടവരെ. എല്ലാരും എന്റെ അനിയന് ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം. പഠിച്ചതിനെ ഓർത്ത് നിങ്ങളെല്ലാരും ഒന്ന് സഹായിക്കണം. എന്റെ മോനെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുതരണം. എത്രയും പെട്ടെന്ന് മദ്യം മാറ്റി വെക്കണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ പൊന്നു മോന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള സഹായം ചെയ്യണേ. ഈ പൊന്നുമോന്റെ സ്ഥിതി വളരെയധികം ഗുരുതരായ അവസ്ഥയാണ്. ഏകദേശം 45 ലക്ഷം രൂപ അടിയന്തരമായി നമ്മൾ സമാഹരിച്ചാൽ മാത്രമേ ഈ പൊന്നുമോന്റെ ജീവൻ നിലനിർത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇവരുടെ സങ്കടം കാണാൻ സാധിക്കുന്നില്ല, ഇവരെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുള്ള സാഹചര്യം ഒരുക്കി തരണേ. ഈ പൊന്നുമോന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്റെ മോനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ, എന്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ. അമ്പലപ്പുഴ നാടിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനായ ബാസിത്തിന്റെ ജീവൻ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ ആ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ബാസിത്ത് എന്ന പൊന്നുമോന് മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂട്ടായ്മയോടുകൂടി എല്ലാവരും അവർ കഴിയുന്ന സംഭാവന ചെയ്ത് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. പ്രവാസികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവരും പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രവാസികൾ എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി എന്ത് സഹായങ്ങൾ എല്ലാവരും നിങ്ങളെ കഴിയുന്നതും നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞും എന്തെങ്കിലും നല്ലൊരു തുക, ഒരു 40 ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് പറയുന്നത്. നമസ്കാരം, ഞാൻ കോബ്ര രാജേഷാണ്. ദുഃഖത്തോടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ നാട്ടുകാരനായ 15 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ മക്കളെ പോലെ ഓടി നടക്കുന്ന ആ കുഞ്ഞിന് വേണ്ടി മജ്ജ പാസ്വേഡ് നമ്മുടെ നാട് മൊത്തം കൈകോർക്കുകയാണ്. അപ്പോഴത്തെ നിങ്ങളും
നിങ്ങൾക്കൊണ്ടാകുന്ന രീതിയിലുള്ള സഹായം ചെയ്ത് ആ മകനും നമ്മുടെ മോനെ പോലെ നാളെ ഓടി നടക്കണം, എല്ലാവരും സഹായിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഒരു കുരുന്ന് ജീവനാണ്, ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു നാടിൻ്റെ ആകെ പ്രതീക്ഷയായി വളരേണ്ടി വരുന്ന വളരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുരുന്ന് ബാല്യത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ധനസമാഹരണത്തിന് ചികിത്സയ്ക്കായി നമ്മൾ തേടുന്നത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള ബാസിത്ത് എന്ന കുട്ടിക്ക് ഏകദേശം 40 ലക്ഷയ്ക്ക് മേളിൽ മജ്ജമാറ്റവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നിന്നാൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം. ഈ പാവപ്പെട്ട കുടുംബത്തിന് നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഇത് കണ്ട് സഹായിക്കണമെന്ന് പറയുകയും നമ്മൾ ഒറ്റ മനസ്സോടെ നിന്ന് ചെയ്യണമെന്ന് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ആശാവർക്കറാണ്. എൻ്റെ ഏരിയയിലെ കുട്ടിയാണ് ബാസിത്ത്, 11 വയസ്സ്. ഇവയടിച്ച് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സജ്ജനങ്ങളുടെയും സഹായം ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കും. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ 10ാം വാർഡിൽ താമസിക്കുന്ന ബാസിത്ത് എന്ന കുട്ടിക്ക് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുന്ന ഭീമമായ തുക അത് സമാഹരിക്കുന്നതിന് നമ്മൾ ജനപ്രതിനിധികളും കുടുംബശ്രീയും നമ്മളാൽ കഴിയുന്ന വിധം ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ താമസിക്കുന്ന ബാസിത്ത് എന്ന് പറയുന്ന 11 വയസ്സുള്ള കുട്ടി മജ്ജമാറ്റുവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് വിധേയനാവുകയാണ്. ഭീമമായ തുകയാണ് ചികിത്സാ ചെലവായിട്ട് വരുന്നത്. 45 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. അത് അവരെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും അവരെ വേണ്ട രീതിയിൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ബാസിത്തിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായി എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നവരാണ് നമ്മൾ. പിഞ്ചു കുഞ്ഞിൻ്റെയും ആ കുടുംബത്തിൻ്റെയും അവസ്ഥ നമുക്ക് പുറത്ത് വിവരണാതീതമാണ്. ദൈനംദിനമായി മരുന്നുകൾക്ക് പോലും ചെലവിന് പ്രയാസപ്പെടുന്ന കുടുംബമാണ്. നമുക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ ചികിത്സ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള മാർഗം. ചികിത്സിക്കുവാൻ ഭീമമായ തുകയാണ് വേണ്ടി വരുന്നത്. ഇതിനു മുന്നേ നമുക്കുള്ള മാതൃക ജനങ്ങളിൽ നിന്ന് അവരുടെ സഹായം മാത്രമാണ്. വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ ബാസിത്ത് എന്ന 11 വയസ്സുകാരൻ്റെ മജ്ജ മാറ്റിവെക്കൽ സർജറി അടിയന്തരമായി നടത്തേണ്ടതായിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഒന്നിനൊന്നിന് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമർഷാൻ ഫൗണ്ടേഷനെ വിവരമറിയിക്കുകയും അവർ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. അമർഷാൻ്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാ നല്ലവരായ നന്മ നിറഞ്ഞ ആളുകളും ഈ സതുദ്യമത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 45 ലക്ഷം രൂപയോളം അടിയന്തരമായി സമാഹരിച്ചാൽ മാത്രമേ ആ കുഞ്ഞിന്റെ സർജറിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഒരു സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.